ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അരിപ്പൊടിയോ അരി കുതിർത്ത് അരക്കുകയോ ഒന്നും ചെയ്യാതെ തന്നെ വളരെ ഈസി ആയിട്ടും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നെയ്പ്പത്തൽ എങ്ങനെ തയ്യാറാക്കി എടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുന്ന ടൈമിൽ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഈ ഒരു നെയ്പ്പത്തൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ള പുട്ടുപൊടിയാണ് കേട്ടോ. ഇതിപ്പോൾ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് ഈ ഒരു പാക്കറ്റ് പുട്ടുപൊടി. അപ്പോൾ ഇതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതാ നമുക്കൊരു പുട്ടുപൊടി, ഞാനിപ്പോൾ ഇവിടെ ഒരു 2.5 കപ്പാണ് പുട്ടുപൊടി എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു കപ്പിലാണ്, ഈ ഒരു 250 ml കപ്പിലാണ് 2.5 കപ്പ് അളവിലാണ് ഞാനിപ്പോൾ ഇവിടെ പുട്ടുപൊടി എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം നിങ്ങൾക്കിന് നമ്മൾ സാധാ വീട്ടിൽ പൊടിച്ചെടുത്ത പുട്ടുപൊടി ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഇത് നല്ലോണം തരിയുള്ള പുട്ടുപൊടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ടേസ്റ്റിൽ തന്നെ ഈ ഒരു നെയ്പ്പത്തൽ കിട്ടും കേട്ടോ. ഇനി നമുക്കത് മാറ്റി വെക്കാം. ഈ ഒരു സമയത്ത് ഈ ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുക്കുക. അതിലേക്ക് ഇപ്പോൾ ഇതാ 1 കപ്പ് അളവിൽ തേങ്ങ ചിരിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് ജീരകം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്ന ജീരകം ചെറിയ ജീരകമാണ് കേട്ടോ. അപ്പോൾ ചെറിയ ജീരകം 1 സ്പൂൺ അളവിൽ ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചെറിയ ഉള്ളിയാണ് കേട്ടോ. ചെറിയ ഉള്ളി നല്ലതുപോലെ തൊലി കളഞ്ഞ് നല്ലോണം കഴുകിയിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചെറിയുള്ളിയും തേങ്ങയും കുറച്ച് അധികം എടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു സമയത്ത് ഞാനിവിടെ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ വെള്ളം എടുത്തിട്ടുള്ളത് നമ്മൾ 1 കപ്പ് അരിപ്പൊടി, 1 കപ്പ് പൊടിക്ക് 2 കപ്പ് വെള്ളം എന്ന കണക്കിനാണ് ഇവിടെ വെള്ളം എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ ഈ ഒരു വെള്ളം നല്ലതുപോലെ തിളക്കാനായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്ക് ഇതിലേക്ക് ഇപ്പോൾ ക്രഷ് ചെയ്ത് വെച്ച ആ ഒരു തേങ്ങയും അതുപോലെ തന്നെ ചെറിയുള്ളിയൊക്കെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു നുള്ള് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കരിഞ്ചീരകമാണ് ചേർക്കുന്നത് കേട്ടോ. ഈ ഒരു കരിഞ്ചീരകം ഇല്ലയെന്നുണ്ടെങ്കിൽ കറുത്ത എള്ളുണ്ടല്ലോ, അപ്പോൾ ഈ ഒരു കറുത്ത എള്ളും ചേർത്തെടുക്കാം. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് ചേർത്തെടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനിയിപ്പോൾ ഇതാ നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു തിളച്ച് വരുന്ന സമയം നമുക്കിതിലേക്ക് നേരത്തെ മാറ്റി വെച്ച ആ ഒരു പുട്ടുപൊടി ഉണ്ടല്ലോ, പുട്ടുപൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു സമയം നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി ഇത് നമ്മൾ പത്തിരിക്ക് പൊടിയൊക്കെ വാട്ടിയെടുക്കൂലേ, അതേപോലെ തന്നെ ഇതൊന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ തന്നെ നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനിയിപ്പോൾ ഇത് ഒരു കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റി കൊടുക്കാം. ഇനിയിപ്പോൾ ഇതൊരു മീഡിയം ചൂടിൽ തന്നെ നമ്മൾ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു നെയ്പ്പത്തിൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഒരുപാട് നല്ലോണം തണുത്തതിന് ശേഷം ഇത് കുഴച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴച്ചെടുക്കാനും തന്നെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു മീഡിയം ചൂടോടെ തന്നെ കുഴച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കുഴച്ചെടുക്കാനും പറ്റും, നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് കുഴച്ച് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ പത്തിരിക്ക് നമ്മൾ പൊടി വാട്ടിയെടുക്കുകയാണെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ. ഒരു മീഡിയം ചൂടിൽ തന്നെ ഇത് കുഴച്ചെടുക്കാനായിട്ട് നോക്കുക. ഇതിപ്പോൾ പത്തിരിക്കായാലും ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിതാ ഇതുപോലെ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് വലുപ്പത്തിൽ തന്നെ ബോൾസാക്കി എടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിത് പത്തിരി പ്രസ്സിലൊന്ന് പ്രസ്സാക്കി എടുക്കാം. അപ്പോൾ ഇത് പ്രസ് ചെയ്തെടുക്കുമ്പോൾ നല്ലോണം നൈസായിട്ട് നല്ലോണം പരത്തിയെടുക്കരുത്, കുറച്ച് കട്ടി തന്നിട്ട്, എന്നാൽ ഒരുപാട് കട്ടിയും വേണ്ട, നല്ല നൈസിലും പരത്തിയെടുക്കുക. തന്നെ ഒരു മീഡിയം ആ ഒരു പരുവത്തിൽ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇത് നല്ലൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രം കൊണ്ട് ഇതിൻ്റെ നടുഭാഗത്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലത്തെ ഒരു പാത്രം കൊണ്ട് ഞാൻ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ തന്നെ ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് നല്ലതുപോലെ ഒന്ന് ഷേപ്പാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആക്കി എടുക്കുമ്പോൾ ഫ്രൈ ചെയ്തെടുത്താൽ നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ തന്നെ ബാക്കിയുള്ള ബോൾസൊക്കെ ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഈ ഒരു പാത്രം വെച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്, കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് എല്ലാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓയിലിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യം ഓയിൽ നല്ലോണം ചൂടായിട്ട് വേണം ഇതിലേക്ക് ഈ ഒരു നെയ്പ്പത്തൽ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതിങ്ങനെ ഇട്ട് കൊടുത്ത് കുറച്ച് കഴിയുമ്പോഴത്തേന് നല്ലതുപോലെ പൊള്ളച്ച് വരും കേട്ടോ. പൊള്ളച്ച് വരുന്ന ടൈമിൽ നമുക്ക് തിരിച്ചും ഇട്ട് കൊടുത്തിട്ട് 2 വശവും ഒരു ഗോൾഡൻ കളർ ആവുന്ന വരെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം.
ഇത് നമുക്ക് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെക്കുക അങ്ങനെ ചെയ്യൊന്നും വേണ്ട കേട്ടോ. കാരണം നമ്മളിത് പൊടി ആദ്യം തന്നെ ഒന്ന് വേവിച്ചെടുത്തുകൊണ്ട് നമുക്കിത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഇത് പെട്ടെന്ന് രണ്ട് വശവും ഒന്ന് ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ദാ ഈ ഒരു നെയ്പ്പത്തൽ ദാ നല്ലതുപോലെ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് കേട്ടോ. രണ്ട് വശവും ദാ ഇതുപോലെ കളറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഗോൾഡൻ കളറാക്കി എടുക്കണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കോരി മാറ്റിയെടുക്കാം. ഇനി ഇതാ ഞാൻ ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ദാ നമ്മുടെ നെയ്പ്പത്തിൽ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒട്ടും തന്നെ എണ്ണ കുടിക്കാതെ നല്ല നെയ്പ്പത്തലാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലെ ട്രൈ ആക്കി നോക്കുക. ഇനിയിപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇത് ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ ബീഫ് കറിയോ അല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ കറിയോ അങ്ങനെ എന്തെങ്കിലും കറിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതിപ്പോൾ ചൂടോടെ കഴിക്കണമെന്നുണ്ടെങ്കിലും ഇങ്ങനെ കഴിക്കാം, കറിയുടെ കൂടെയും കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി നോക്കുക. വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഇതുപോലെ തയ്യാറാക്കി നോക്കട്ടെ. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാവും. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൽ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്